മക്കൾസ്, അപ്പോൾ നാളത്തെ സോഷ്യൽ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പിച്ച നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ട്രൈബ്സിനെയും അതേപോലെ നമ്മുടെ റൂറൽ കമ്മ്യൂണിറ്റിയെയും അർബൻ കമ്മ്യൂണിറ്റിയെയും കുറിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചോദ്യം നാളെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റൂലേ? യെസ്, നമ്മുടെ ഗോത്ര സമൂഹത്തെ കാണാൻ പറ്റും. രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വില്ലേജ് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് നഗരങ്ങളെയും കാണാൻ പറ്റും. അപ്പോൾ ഇവർ മൂന്ന് തമ്മിലും എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം നാളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്, ഗോത്ര സമൂഹമാണ്. അപ്പോൾ ഗോത്ര സമൂഹങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് അവരുടേതായിട്ട് തനതായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് ഇവർക്കുള്ളത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് നമുക്ക് ആർക്ക് കാണാൻ പറ്റുന്നത്? ട്രൈബൽസിന് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇവർ നമ്മുടെ ദേശത്തെ ആദ്യകാല സമൂഹങ്ങളുടെ പിന്മുറക്കാരായിട്ടുള്ളവരാണ് ആര്? നമ്മുടെ ട്രൈബ്സ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, ഇവരെവിടെയാണ് താമസിക്കുന്നത്? വില്ലേജിലും സിറ്റീസിലും ഒന്നല്ല. ഇവർക്ക് വീടുകളൊന്നും ഇല്ല. ഇവർ എന്തുകൊണ്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്? യെസ്, നമ്മുടെ മാൻതുകൽ കൊണ്ടും അതേപോലെ കൊമ്പുകൾ കൊണ്ടൊക്കെയാണ് ഇവർ വീടുകൾ നിർമ്മിക്കുന്നത്. ഇവർ ഫോറസ്റ്റിൽ ജീവിക്കുന്നു, അതേപോലെ കുന്നിൻ മുകളിൽ ജീവിക്കുന്നു, അതേപോലെ തന്നെ ഉൾപ്രദേശങ്ങളിലും ഐസൊലേറ്റഡ് വാലീസിലൊക്കെയാണ് ആര് താമസിക്കാറ്? നമ്മുടെ ഗോത്ര സമൂഹത്തിലുള്ളവർ താമസിക്കാറ്. ഓക്കെ, ഇനി ഇവരുടെ ഭാഷ നോക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു എന്നല്ല, ഇവരുടെ ഭാഷ ഏതാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് നമ്മുടെ ട്രൈബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറെ റിച്വൽസും അതേപോലെ തന്നെ കസ്റ്റംസും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ആര്? നമ്മുടെ ട്രൈബ്സ് എന്ന് പറയുന്നത്. ഇനി ഇവർ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇവർ താമസിക്കുന്ന സ്ഥലം നാളെ നമുക്ക് ചോദ്യ പേപ്പറിൽ കാണാം. അപ്പൊ നിങ്ങൾ എഴുതണം, എവിടെയാണ് താമസിക്കുന്നത്? ഊരിലാണ് താമസിക്കുന്നത്. ഇവരുടെ ഹെഡിനെ നമ്മൾ മറ്റൊരു പേര് കൊണ്ട് അറിയപ്പെടുന്നുണ്ട്. അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഊര് മൂപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഊരുമൂപ്പൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നാളത്തെ എക്സാമിന് നിർബന്ധമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വില്ലേജസിനെ കുറിച്ചാണ് അല്ലേ? യെസ്, നമ്മുടെ ഗ്രാമ സമൂഹത്തെ കുറിച്ചാണ്, റൂറൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. അപ്പൊ റൂറൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, അവിടെയുള്ള ആളുകൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് കേട്ടോ. ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ എന്ന് പറയാം. അവരുടെ വസ്ത്രരീതി നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇവർ ധരിക്കാറ്. അവരുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെയാണ്, വളരെ സിമ്പിൾ ആണ്. ഇനി ഇവരുടെ തൊഴിലുകൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറും അനുബന്ധ തൊഴിലുകളുമാണ് ഇവർക്ക് ഇവർ ഫോളോ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കാറ്റൽ റിയറിംഗ്, ഹാൻഡിക്രാഫ്റ്റ്, കൈത്തൊഴിലുകൾ, കന്നുകാലി വളർത്തലും കരകൗശല വസ്തുക്കൾ നിർമ്മാണം തുടങ്ങിയവയും ഇവർ ചെയ്യാറുണ്ട്. ആര്? നമ്മുടെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകൾ. ഇനി അടുത്ത ഇവർ ന്യൂക്ലിയർ ഫാമിലി അല്ല, ഇവർ ജോയിന്റ് ഫാമിലി സിസ്റ്റം ആണ് ഫോളോ ചെയ്യാറ്. എല്ലാവരും അച്ഛന്, അമ്മ, അച്ഛന്, അച്ഛമ്മ, അങ്ങനെ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ഒരു വീട്ടിലാണ് ഇവര് താമസിക്കാറ്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ they had their own traditional occupation undertaken by their clan. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്തുണ്ട്? കുറെ തൊഴിലുകളുണ്ട്, പണ്ടേ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ ഫാമിലി തൊഴിലുകൾ എന്ന് നമ്മൾ പറയൂലേ, അങ്ങനെയുള്ള ജോലികൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ റൂറൽ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് ആരും കൂടെ പറയാനുണ്ട്, നമ്മുടെ അർബൻ കമ്മ്യൂണിറ്റി, നഗര സമൂഹത്തെ കുറിച്ച് കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നഗരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അറിയാൻ പറ്റില്ല ബിക്കോസ് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും നഗരങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആളുകൾ പല ഭാഷകൾ സംസാരിക്കുന്നു, പലതരം വസ്ത്രങ്ങൾ ധരിക്കുന്നു, അതേപോലെ തന്നെ ഇവർക്ക് പലതരം ഫുഡുകളും ആണല്ലേ. നമുക്ക് ബ്രോസ്റ്റഡ്, അൽഫ, മന്തി എന്ന് പറഞ്ഞ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഓപ്ഷനും എവിടെയുണ്ട്? സിറ്റീസിലുണ്ട്. ഓക്കെ, ഇനി ഇവരുടെ ജോലികൾ നോക്കുകയാണെങ്കിൽ വ്യവസായത്തോടും വ്യാപാരത്തോടും ബന്ധപ്പെട്ട തൊഴിലുകളാണ് ആർക്കുള്ളത്? നമ്മുടെ അർബൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കുള്ളത്. ഓക്കെ, ഡിഫറെന്റ് സോഷ്യോ എക്കണോമിക് ക്ലാസസ് ആർ ഫോം ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻസ്. ഇവരുടെ ജോലി അനുസരിച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പല സോഷ്യോ എക്കണോമിക് ക്ലാസസും ഫോം ചെയ്യുന്നുണ്ട്. തൊഴിൽ സംഘടനകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണ്? നമ്മുടെ അർബൻ ഏരിയാസിൽ. ഓക്കെ, യെസ്, അപ്പോൾ അർബൻ ഏരിയാസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഫ്ലാറ്റുകൾ കാണാം, മോൾസ് കാണാം, സൂപ്പർ മാർക്കറ്റ് കാണാം, ബംഗ്ലാവിലൊക്കെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റും? ഇങ്ങനെയുള്ള സിറ്റീസിലെ നഗരപ്രദേശങ്ങളിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ അവിടെയുള്ള ആളുകൾ ഭയങ്കര ഫാഷനും മോഡേൺ ലൈഫ് സ്റ്റൈലും ഡൈവേഴ്സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നഗരത്തിലെ ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ജനസാന്ദ്രത നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും സ്ലമ്മിൽ വരെ ജീവിക്കുന്നുണ്ട്, ചേരി പ്രദേശങ്ങളിൽ വരെ ജീവിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. ഇങ്ങനെയുള്ള നഗരങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ കൂടെ എഴുതുകയാണെങ്കിൽ ഇത് സംഗതി സൂപ്പർ ആയിരിക്കും. അപ്പൊ മക്കൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇവർ 3 പ്രദേശങ്ങളിലുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നാളെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മിസ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.